ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ സമയം 9:31. നാട്ടിലെത്രയും സമയം? എങ്ങനെ, തണുപ്പാണ്, ചൂടാണ്, എന്താണ് അവിടുത്തെ അവസ്ഥ? ഇതൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ. നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തോ ഒരു അപാകത തോന്നുന്നുണ്ടല്ലേ? ഒരു ലൈറ്റൊക്കെ അപാകത ഇത് കണ്ടോ? 2 മഞ്ഞ ലൈറ്റും ഒരു വെള്ള ലൈറ്റും. ആദ്യത്തെ ഞങ്ങൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഇതന്നെ അവസ്ഥ. എന്താണെന്ന് പറഞ്ഞോളൂ, ഇവിടെയൊക്കെ ചില അപ്പാർട്ട്മെൻറ്റിൽ നല്ല വെളിച്ചമുണ്ട്, ചില സ്ഥലത്ത് നല്ല മഞ്ഞ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് രാവിലെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഈ സമയത്തൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി, ഇതിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. ഇതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഇവിടെ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ള ലൈറ്റ് ആയിരുന്നു ഇവിടെ മൊത്തം. അതായത് ഞങ്ങൾ ഇവിടെ റൂമിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ 2 യുക്രൈൻസ് ഉണ്ടായിരുന്നു. ആ യുക്രൈൻസിന് ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ല. അന്ന് അവരുടെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അവരിവിടെ നിന്ന് മാറാനുള്ളതുമായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല ഞങ്ങൾ ഇവിടേക്ക് വരുന്നുള്ള കാര്യം. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് അവർ പോണ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ എത്തും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അങ്ങ് വന്നത് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് അവരുടെ നാട്ടുകാരല്ല, വേറെ നാട്ടുകാരായതുകൊണ്ട് ഒന്നാമത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാഞ്ഞത് കാണിച്ചത് ഞങ്ങൾ ചോദിച്ചു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് പോലും കയറ്റാണ്ട് സമ്മതിക്കാണ്ട് അപ്പോൾ വാതിലൊരു ഒറ്റ ഇടാം. ചിലപ്പോൾ ഞങ്ങൾ മുഖത്തിട്ടടിച്ചതായിരിക്കും. പിന്നെ അവരുടെ ഭാഷയിൽ ഇവിടെ ഉള്ളവർ പറയണ മെയിൻ വേർഡാണല്ലോ കൂറുവ എന്നുള്ളത്. അതൊക്കെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടും ലാംഗ്വേജ് മനസ്സിലാവുന്നതും നമ്മളെ തെറി പറഞ്ഞാണെന്ന് മനസ്സിലായി. പിന്നെ ഇതൊക്കെ എപ്പോഴും ഇവിടെ വന്ന് കേട്ട് സ്ഥിരമായിട്ട് പിന്നെ അതൊക്കെ പുല്ല് വില. അപ്പം അങ്ങനെ ഇരിക്കുന്നു ഗൈസ്. പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഞാനപ്പോൾ ജോലിക്ക് പോയില്ലേ, ഒരു തുമ്മലും മുക്കുചീറ്റയും അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് ബ്രീത്തിങ് പ്രോബ്ലം അതൊക്കെ ആവാറുണ്ട്. ഞാനായിട്ട് നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ ആവി പിടിക്കൽ അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടും മറ്റേ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ഇലക്ട്രിക്കിൻ്റെ അത് ഉണ്ടായിരുന്നു, സ്ലോവേനിൽ വെച്ചുണ്ടായിരുന്നു. പിന്നെ അത് ചീത്തയായിപ്പോയി. പിന്നെ ഇവിടെ നിന്ന് ടെമു വഴി ഒരു ചെറിയത് വാങ്ങി, പിന്നെ ആവിയൊക്കെ എടുത്തു, മരുന്നെടുത്തു. അങ്ങനെ ഇരിക്കണം. അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ രാവിലെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഇത് കണ്ടോ പണിപാളി. അതായത് ഇതക്കണ ഹാൻഡിലില്ലേ, അതിങ്ങനെ എന്താണ് രാവിലെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വരി വലിച്ചതാ. എന്ത് എടുക്കുന്നോ അതൊക്കെ ചെയ്യുന്നോ അതൊക്കെ എനിക്ക് അബദ്ധമാണ്. പണ്ട് മുതലേ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. ഇങ്ങനെ ഇതൊരു അബദ്ധം പറ്റിയപ്പോഴാണ് എനിക്ക് പണ്ട് പറ്റിയൊരു അബദ്ധത്തിൻ്റെ സ്റ്റോറി ഓർമ്മ വന്നത്. എന്താണെന്നല്ലേ ഞാൻ പറയാം. അതായത് എൻ്റെ മമ്മി ജോലിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ ഒരുമിതം പണികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പോവുക. അപ്പോൾ മമ്മിക്കുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ പോണ സമയത്ത് ചെയ്തതിൻ്റെ പാത്രങ്ങളൊക്കെ വാഷ് ബേസിൽ കിടക്കുന്നുണ്ടാവും. അതൊക്കെ കഴുകി വെക്കുക. പിന്നെ അടുക്കളയൊക്കെ നല്ല വൃത്തിയും വിടും. എന്തൊക്കെ ചീത്തയൊക്കെ ഇട്ടാലും മമ്മിക്ക് പ്രശ്നമില്ല. പക്ഷെ അടുക്കള ചീത്തയ്ക്കുക ഡെവിളാവും മദർ. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പക്ഷേ എൻ്റെ അമ്മ ഇത്തിരി വൃത്തിഭ്രാന്തായതുകൊണ്ട് അത് ഇന്ന ചിട്ടകളുണ്ട്, അതൊക്കെ ചെയ്യണം അങ്ങനെയാണ് ഉള്ളൊരു മദറാണ് എൻ്റേത്. അപ്പോൾ പുള്ളി ഏൽപ്പിച്ചിട്ട് പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം, വീടടിച്ച് തുറച്ച് ഇടണം. ഞാൻ വന്ന സമയത്ത് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം കാണുമെന്ന് പറഞ്ഞിട്ടാണ് മദർ പോയത്. ഞാൻ പറയാം ഇല്ല, ഓക്കെ. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ട് പോയിട്ടോ. അതായത് അലമാരയുടെ അടിയിൽ മമ്മിക്ക് രാവിലെ എനിക്ക് വെയിറ്റ് ചെയ്ത് ചെക്കണ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ വെയിറ്റിംഗ് മെഷീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് തല്ലി പൊട്ടിക്കരുന്ന് പ്രത്യേകം പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ എന്താണെന്നാവും, ഞാൻ മറന്നുപോയി. മമ്മി പോയി. ഞാനവിടെ ദീവാങ്കോട്ടിൽ കിടന്ന് പറയുന്നത് ഒരു ദീവാങ്കോട്ടുണ്ട്, അതിലും കിടന്ന് ചാരി കിടന്ന് ഇങ്ങനെ സ്റ്റോറി വായിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റോറികളും കഥകളും അതൊക്കെ വായിച്ചു കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ വിശപ്പോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലങ്ങോട്ട് ഉറങ്ങി. ഉച്ചക്കും ചോറും രാവിലെ കഴിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കിടന്നുറങ്ങി. എന്തോ 5:15 എഴുന്നേറ്റു. 5:30 മാത്രം വരുമല്ല. പിന്നെ ഒരു ടെൻഷനാണ്, പിന്നെ ഓട്ടപ്പാച്ചിലാണ്. മോപ്പ എവിടെ, അതൊക്കെ എവിടെയാണെന്ന് ആ സമയത്ത് അടിനിൽക്കുന്നത്. അതൊന്നും നേരത്തെ എടുത്ത് വെക്കുന്ന സ്വഭാവം അത് പണ്ട് മുതലേ ഇരിക്കില്ല. പിന്നെ ഒരു ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞ് വേഗം അടിച്ചിട്ടോന്ന് അറിഞ്ഞൂടാ. ഓൺ ദ സ്പോട്ട് ആയതുകൊണ്ട് അടിക്കലൊന്നും ഉണ്ടാവില്ല. തുടക്കണതിൻ്റെ ഒപ്പം പൊടിയും കൂടി അടിച്ചെടുക്കുന്ന സ്വഭാവമാണ് എനിക്ക്. ഓൺ ദ സ്പോട്ടിലുള്ള കാര്യമല്ലേ എനിക്കുള്ളൂ. അങ്ങനെ അടിച്ചിരിക്കുന്ന സമയത്ത് അലമാരിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ വെയിറ്റിംഗ് മെഷീനൊക്കെ വെച്ചതൊക്കെ ആ സമയത്തൊക്കെ വരുമോ. അങ്ങനെ വെയിറ്റിംഗ് മെഷീൻ എന്താ പറയുക, അലമാരിയുടെ അടിയിലോട്ട് മോപ്പ് വെച്ച് ഒരൊറ്റ അടി അടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നോക്കിയപ്പോൾ ചില്ലെന്ന് പറഞ്ഞ് എല്ലാം നല്ല തവിട് പൊടിയായിട്ട് പൊടിഞ്ഞ്. എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ പോലുള്ളൊരു സമയം ഉണ്ടായില്ല. ഞാൻ ആ സമയത്ത് തന്നെ ഫ്രണ്ടിൽ ഡോറും പൊട്ടാനുള്ള കാര്യം മറന്നുപോയായിരുന്നു.
എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ട അവസ്ഥ ഒന്നുമില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ മമ്മിയുടെ ഫ്രണ്ടിലിരിക്കണ്ടായിരുന്നു. പല്ലി ഇങ്ങനെ കടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നത്തെ കാര്യം പോക്കാണെന്ന്. പിന്നെ ഒരു പോക്കമയോ വരുന്നു മറ്റേ ക്രോണിക് ബ്രാച്ചറിലില്ലേ. ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയായിരുന്നു എനിക്ക്. ആ മോപ്പ് പോലെ വെച്ചില്ലേ അറഞ്ച മുറഞ്ച അടിയായിരുന്നു. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ. ഇനി ഇതുപോലെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും.